അങ്ങനെ സക്സസ്ഫുള്ളി തീർത്തു ഗൈസ്. പേനയുടെ മഷി അങ്ങനെ തീർത്തു. ഇതാ കഴിഞ്ഞു. പക്ഷെ എന്തൊരു കഷ്ടമാണ്. മേടിച്ചിട്ട് ഒരാഴ്ച ഇല്ല. പരീക്ഷയ്ക്കൊന്നും എഴുതിയതാ, പിന്നെ ഇപ്പോൾ റെക്കോർഡൊന്നും എഴുതിയതാ, അപ്പോഴേക്കും കഴിഞ്ഞു ഗൈസ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഇപ്പോൾ ഇതാ വേറെ പേന മേടിച്ചപ്പോൾ കൊടന്നേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ കഴിഞ്ഞു. അത് ഇപ്പോൾ മഷി തെളിയുന്നില്ല ഗൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇത് പഴയ പേന, ഇത് പുതിയ പേന. പക്ഷെ പേനയുടെ ലെക്സിനെ ഇത് മാഞ്ഞു പോയിട്ടില്ല. ഇതിന് ഇനി ഒരാഴ്ചനെ കഷ്ടി ഉണ്ടാവുള്ളൂ ഗൈസ്. അത്രയും എഴുതാണ്ട്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തീരുന്നു തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ വരണ്ട. അപ്പോൾ ഞാൻ നിർത്തിയതാണ് ഗൈസ്. അപ്പോൾ കുറച്ചായിട്ട് വരാം. ഗുഡ് മോർണിംഗ്. എന്നെ കാണാൻ പറ്റുന്ന അറിയില്ല ഗൈസ്. ഒരു മിനിറ്റ്. രാവിലെ 8:31. നമ്മളിപ്പോൾ ഗേറ്റ് തുറക്കട്ടെ എന്നിട്ട് വരാം ഗൈസ്. വീട്ടിലെത്തി. ഇപ്പോൾ വണ്ടി ഓഫ് ചെയ്യാം. നേരെ വീട്ടിൽ കയറാം. പിന്നെ നമ്മുടെ കൂടെ എഴുതാണ്ട് കഴിഞ്ഞിട്ടില്ല. എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പോൾ കുറച്ചിട്ട് വരാം ഗൈസ്. വണ്ടിയിൽ ഓഫ് ചെയ്യാം. നേരെ വീട്ടിൽ കയറാം. DBMS ചെറുതായിട്ടൊന്ന് കയറി മാറ്റിക്കട്ടെ. പേപ്പറൊക്കെ മാറ്റി വെച്ചിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് കൂടുതൽ കയറിപ്പോയി. എന്നുവെച്ചാൽ പ്രോഗ്രാം ഔട്ട്പുട്ട് ഇവിടെയും പ്രോഗ്രാം ഇവിടെ എഴുതി വെച്ചാൽ അതേ മാറിപ്പോയതാണ് ഗൈസ്. ഇപ്പോൾ പ്രോഗ്രാം ഇവിടെ എഴുതുന്നു, ഔട്ട്പുട്ടും ഇവിടെ എഴുതാണ് ഗൈസ്. ശരിക്കും ഇങ്ങനെ എഴുതുന്നുണ്ട്. ഞാൻ എഴുതിയത് ഔട്ട്പുട്ട് ഈ സൈഡും പ്രോഗ്രാം ഈ സൈഡായി പോയി. അതാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ നാളാണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇരുന്ന് എഴുതട്ടെ ഗൈസ്. ഇനി എൻ്റെ കയ്യിൽ 24 hours ഉള്ളൂ. 24 hours ഇല്ല. നാളെ 10 മണിയാകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇനി 21 hours ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചിട്ട് വരാം. നമുക്ക് GTA 5 പിന്നെ കളിക്കാം ഗൈസ്. കുറച്ചിട്ട് വരാം ഗൈസ്. സോ ഗുഡ് ഈവനിങ് ഗൈസ്. സമയം 4:03. നമുക്ക് എന്നാൽ നേരെ അമ്മയെ കൊണ്ടുവരാൻ പോവാം ഗൈസ്. അപ്പോൾ കുറച്ചിട്ട് വരാം ഗൈസ്. നമ്മളിവിടെ ശബരിമലയോടെ എത്തി. ഇതാ കാണാണ്ടാവും. ശബരിമലയോടെ എത്തി ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിയാറായി. ഇനി ഇപ്പോൾ ടൗണിൽ പോകുന്ന സാധനം എന്തൊക്കെ മേടിക്കാണ്ട് പറഞ്ഞായിരുന്നു. നോക്കട്ടെ. പോകാൻ പറ്റുകയാണെങ്കിൽ പോകും, ലീവ് പോവില്ല ഗൈസ്. പിന്നെ കുറച്ചിട്ട് വരാം. നമ്മുടെ സെറാമിക് കോട്ടിങ് പോയി ഗൈസ്. മറ്റേ ഹൈഡ്രോഫോബിക് എഫക്റ്റ് ഒക്കെ പോയി തോന്നണു. സോ ചില ഭാഗത്ത് മാത്രമല്ലോ ഈ പ്രാവശ്യം മേടിച്ചിട്ട് ചെയ്തിട്ടില്ല. ബെല്ലടിച്ച് ടീച്ചർമാർക്ക് പോകാനുള്ള ബെല്ലടിച്ച് ഗൈസ്. അപ്പോൾ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കഴിഞ്ഞു. കുറച്ചൊരു സ്ഥലത്തേ ഉള്ളൂ. എന്നാൽ ഡ്രൈവർ സൈഡിൽ അവിടെ ഈ ഭാഗത്ത് കാണാനുമില്ല. കണ്ടോ? സോ അപ്പോൾ ഇനിയിപ്പോൾ അത് ആ കോട്ടിങ് ആണ് ചെയ്ത്. ഇവിടുത്തെ പിന്നെയും ഇപ്പോഴും ഉണ്ട്. അത് പോയിട്ടില്ല. ഇവിടത്തെയാണ് ചെയ്യണം. അത് നേരെ പറ്റും. എനിക്ക് ഒന്ന് വൈപ്പർ ഇട്ടിട്ടേ ആയതാണ്. ഇപ്പോൾ കുറച്ചിൻ്റെ വരാം ഗൈസ്. ഇങ്ങനെ സുഖീൻ സാധനമൊക്കെ മേടിച്ചതാ. 3 സാധനം മേടിച്ചിരുന്നു ഗൈസ്. 3 സാധനം മേടിച്ചിരുന്നു. 32,000 രൂപയുടെ ബില്ലും വന്നിരുന്നു. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു സാധനം മേടിക്കാൻ മറന്നുപോയി. ഇപ്പോൾ അമ്മ ഓടിപ്പോയിട്ട് മേടിച്ച് വരുന്നുണ്ടാവും. ഒരു മിനിറ്റ് ഗൈസ്. ഇപ്പോൾ വരുന്നുണ്ടാവും ഗൈസ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ കുറച്ചുകൊണ്ട് വരാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കെന്നാ നേരെ വീട്ടിൽ കയറാം. വീട്ടിലെത്തി. ചാവി കയ്യിലുണ്ട്. അപ്പോൾ വീട്ടിൽ കയറാം ഗൈസ്. വീട്ടിലൊക്കെയാ നേരെ വീട്ടിൽ കയറാം.